അങ്ങനെ വേലപ്പൻ ചേട്ടോ, ഉച്ചയ്ക്ക് മുമ്പ് കടയിൽ എത്തിക്കണം. അങ്ങനെ 2. വേലപ്പാ, വേലപ്പാ, എന്താ വേലു? എന്റെ ജാനകിക്ക് പ്രസവ വേദനയാണ്. രാവിലെ തുടങ്ങിയതാണ്, ഇതുവരെ പ്രസവിച്ചിട്ടില്ല. അവൾക്ക് വല്ല ആപത്തും സംഭവിക്കുമെന്ന് എനിക്ക് പേടി വേലപ്പ. അങ്ങനെയാണെങ്കിൽ ആസ്പത്രി കൊണ്ടുപോകാൻ പാടില്ലേ? അവിടുന്ന് അനക്കിയാൽ ആപത്താണെന്നാണ് പെണ്ണുങ്ങളൊക്കെ പറയുന്നത്. ഞാൻ എന്ത് ചെയ്യും വേലപ്പ? ഓഹോ, അങ്ങനെയാണ്. എന്റെ ജാനകിക്ക് വല്ല ആപത്തും സംഭവിച്ചാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല, ചത്തുകളയും. നീ വിഷമിക്കാതിരിക്കെ, എല്ലാത്തിനും വഴിയുണ്ടാക്കാം. വാ ക്ലാവറെ, നീ ഇവിടെ കടയിലെത്തിക്കേ, ഞാൻ ഇപ്പൊ വന്നേക്കാം. നിർത്തണേ, നിർത്താൻ, നിർത്താൻ. എന്താ, എന്ത് വേണം? കാറ് വേഗം തിരിക്കൂ. ആസ്പത്രിയിൽ പോയി ഡോക്ടറെ കൊണ്ടുവരണം. വേലുവിന്റെ ഭാര്യയ്ക്ക് പ്രസവവേദനയാണ്. എന്ന് വെച്ചാലേ ഇത് മുതലാളുടെ കാറാണ്. മാളികവിടന്റെ കാറെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു എന്ന് അയാളോട് പറഞ്ഞേച്ചാ മതി. ഈശ്വരനെ വിചാരിച്ച് എന്നെ ഒന്ന് സഹായിക്കണം. ഒന്ന് വണ്ടി കൊടുക്കും. വണ്ടി ഞാൻ തരില്ല, എന്റെ ജോലിയാ പോകാൻ. എന്നാൽ താനിവിടെ നിന്നോളൂ, വണ്ടി ഞാൻ കൊണ്ടുപോയിക്കോളാം. എടുക്കടോക്കി. ഞാൻ തരില്ല, മുതലാളി വണ്ടി എന്നെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. എടുക്കടോക്കി. നിന്നോടെല്ലാം മര്യാദ കൊണ്ട് യാതൊരു ലക്ഷ്യമില്ല. വേലു, നീ വീട്ടിലേക്ക് പോ, ഞാൻ ഡോക്ടറെ കൊണ്ട് ഇപ്പൊ വന്നേക്കാം. ശരി. ഡോക്ടർ ഉണ്ടോ? ഉണ്ട്. ഒന്ന് വിളിക്കാമോ? അദ്ദേഹം ഊണ് കഴിഞ്ഞ് വിശ്രമിക്കാണ്, ഇപ്പൊ വിളിക്കാൻ പറ്റില്ല. ഒരു പ്രസവ കേസിന്റെ കാര്യം പറയാനാണ്. എന്ത് കേസാണെങ്കിലും ഇപ്പൊ വിളിക്കാൻ പറ്റില്ല. നിങ്ങളെപ്പോ ഒരു സ്ത്രീ പ്രസവ കൊണ്ട് കിടന്ന് പുളയുന്നു. ഈശ്വരനെ വിചാരിച്ചൊന്ന് വിളിക്കേ. നിങ്ങൾ വേറെ ഏതെങ്കിലും ഡോക്ടറെ വിളിക്കണം. ഇവിടെ അടുത്തെങ്കിലും വേറെ ഡോക്ടർമാരില്ലാത്തതുകൊണ്ടല്ലേ ഇങ്ങോട്ട് ഓടി വന്നത്. എന്താ ഇവിടെ? ഡോക്ടർ സാർ, ഒരു പ്രസവ കേസാണ്, ഉടനെ ഒന്ന് അങ്ങോട്ട് വരണം. ഞാൻ അല്പം വിശ്രമിക്കുകയാണ്, കുറച്ച് കഴിഞ്ഞു വരും. കുറച്ച് കഴിയുമ്പോൾ അവർക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാലോ ഡോക്ടർ? ഞാൻ കാറ് കൊണ്ടുവന്നിട്ടുണ്ട്, ഉടനെ പോയിട്ട് വന്നേക്കാം. എനിക്ക് ഇപ്പൊ വരാൻ പറ്റില്ല, നിങ്ങൾ പോകണം. ഡോക്ടർ സാർ, ഫീസിന്റെ കാര്യമാണെങ്കിൽ ഞാൻ എന്ത് വേണമെങ്കിലും തരാം. ഒന്ന് പോയിട്ട് വരാം ഡോക്ടർ. ഇപ്പൊ വരാൻ പറ്റില്ലെന്ന് നിങ്ങളോട് പറഞ്ഞ കേട്ടില്ലേ? നിങ്ങൾ വന്നില്ലെങ്കിൽ നിങ്ങളെയും കൊണ്ടേ ഞാൻ ഇവിടുന്ന് പോകും. ഓഹോ, നിനക്ക് അത്രയ്ക്ക് ധൈര്യമോ? മര്യാദയ്ക്ക് ഞാൻ അപേക്ഷിച്ചു. കേൾക്കാൻ ഭാവമില്ലെങ്കിൽ കൈയും കാലും കൂട്ടിക്കെട്ടി കാറിനകത്തിട്ട് ഞാൻ കൊണ്ടുപോകും. ഈ വേലപ്പനാണ് പറയുന്നത്. ഞാൻ പോലീസിലേക്ക് ഫോൺ ചെയ്യട്ടെ? ആയിക്കൊള്ളൂ, പക്ഷേ എന്നെ മാത്രം ഇവിടെ പോലീസ് കൊണ്ടുപോവില്ല. നിങ്ങളുടെ ഭർത്താവിന്റെ ശവശരീരം കൂടി കൊണ്ടുപോകേണ്ടി വരും. വേണമെങ്കിൽ പരീക്ഷ നോക്കിക്കോ. പരീക്ഷണമൊന്നും വേണ്ട, ഞാൻ വന്നേക്കാം. എന്താടാ? ആ വേലപ്പൻ ആരെ ആശുപത്രി കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാർ പിടിച്ചെടുത്തു മുതലാളി. നീ എന്റെ കാറവന് കൊടുത്തിട്ട് ഇവിടെ പൊത്തുരുത്തം പറയാൻ വന്നിരിക്കുന്നു. ഞാൻ എന്ത് ചെയ്യാനാ മുതലാളി? നിനക്ക് അവനെ കൊന്നു തരാൻ വരായിരുന്നു. ഞാൻ സമാനം പറയരുത്. ആൺകുട്ടിയാണ്. ഒന്നും പേടിക്കണ്ട, അമ്മയ്ക്കും കുഞ്ഞിനും ആപത്തൊന്നുമില്ല. വളരെ നന്ദി ഡോക്ടർ. എന്താ തൽക്കാലം അത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, ഞാൻ പിന്നീട് വാങ്ങിച്ചോളാം. ഡോക്ടർ സാർ, എന്താ? എന്നോട് ക്ഷമിക്കണം സാർ. ഞാൻ ആവശ്യമില്ലാതെ അങ്ങയോട് മര്യാദക്കേടായി പെരുമാറിപ്പോയി. അതൊന്നും സാരമില്ല, നീ ചെയ്തത് നല്ല കാര്യമല്ല. ആട്ടെ, എനിക്കൊരു ഉപകാരം ചെയ്യാം. എന്ത് വേണം സാർ? എന്താ സാർ? എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടേ ആക്കാം. ഇത്രേ ഉള്ളൂ, കാരണം സാർ. താക്കോല് ചോദിച്ചപ്പോ മനസ്സില്ല എന്ന് പറയാൻ പാടില്ലായിരുന്നു തനിക്ക്? അയ്യോ സാറേ, കോടാലിയും കയ്യിൽ വെച്ചുകൊണ്ടല്ലേ താക്കോല് ചോദിക്കുന്നത്, എങ്ങനെ കൊടുക്കാതിരിക്കുക? ഈ ആരോഗ്യം വെച്ചുകൊണ്ടൊന്ന് പറയുന്ന കേട്ടില്ലേ? ആ സന്ദർഭത്തിൽ താക്കോലല്ല, പ്രാണം ചോദിച്ചാലും കൊടുത്തു പോകും. രാഘവനെ അവന്റെ സ്വഭാവം അറിയാൻ പാടില്ലേ? നീ പോടാ. തിന്നാനല്ലാതെ ഇവിടെ ഒരെണ്ണത്തിനെ കൊണ്ട് ഒരു ഭാഗ്യ കൊള്ളില്ല. ശാപങ്ങൾ. ഇത് പകൽ കൊള്ളയാണ്, പിടിച്ചു പറയാണ്. തിരക്കെടുക്കും. കാർ ഞാൻ കൊണ്ടുപോയി അത് തിരിച്ചു കൊണ്ടുവന്നിടുകയും ചെയ്തു. ഇതാ താക്കോൽ. അപ്പൊ വരട്ടെ. നിൽക്കണവിടെ, നീ മുതലാളിയുടെ കാര്യത്തുണ്ടോ?
അതിന്റെ കാര്യമല്ലേ ഞാനിപ്പോ ഇവിടെ പറഞ്ഞത്. ആരോട് ചോദിച്ചോണ്ടാ എന്റെ കാർ എടുത്തോണ്ട് പോയത്? ആരോട് ചോദിച്ചിട്ടാണോ താൻ കാർ എടുത്തോണ്ട് പോയത്? നിന്നോടാ ചോദിച്ചേ? അതെ അതെ, ഇവിടെ തന്നോടാ ചോദിച്ചത്. പറഞ്ഞു കൊടുക്കടോ. അവന്റെ അഹങ്കാരം കണ്ടില്ലേ? നിന്റെ തന്തയുടെ വകയായിരുന്നു കാർ. ഇതിന് മറുപടി പറയാൻ ചേട്ടനും ബാധ്യതയുണ്ടെന്ന് തോന്നുന്നു. നീയല്ലേ അവളെ കൊണ്ട് ചോദിപ്പിച്ചത്? എന്തിന് ചേട്ടാ ഇവരെ ഇങ്ങനെ താങ്ങുന്നു? എടി, തന്ത എന്ന പദത്തിന്റെ വിലയറിയാത്തവളെ, നീ എന്നോട് ചോദിച്ചല്ലോ ഇതൊക്കെ എന്റെ തന്തയുടെ വകയാണോ? ആരടി? കണക്ക് പറയുകയാണെങ്കിൽ ഈ നിൽക്കുന്ന നീ ഒഴിച്ച് ഈ വീടും ലാറിയും കാറും ഒക്കെ എന്റെ തന്തയുടെ വകയായി. നിനക്ക് സംശയമുണ്ടെങ്കിൽ നീ തന്ത എന്ന് വിളിക്കുന്ന ഈ മനുഷ്യരോട് ചോദിച്ചു നോക്ക്. ഇനി ഞാൻ സഹിക്കില്ല രാഘവ. വേണ്ട, സഹിക്കണ്ട. നിങ്ങൾക്ക് വേണ്ടി പാടുപെടുന്ന ഒരു പാവപ്പെട്ട തൊഴിലാളി അയാളുടെ ഭാര്യയ്ക്ക് പ്രസവവേദന വന്നപ്പോ ഡോക്ടറെ വിളിക്കാൻ വേണ്ടി നിങ്ങളുടെ കാറിന് ഉപയോഗിച്ചു പോയി. അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും കൂടി എന്ത് ചെയ്യാൻ പോകുന്നു? എന്ത് ചെയ്യാൻ പോകുന്നു കാണണം. അതെ, കാണണം. രാഘവ, ആരോട് എന്തും പറയണ അല്ല, ചേട്ടൻ അടിക്കാൻ പോവുകയാണോ? നീ തിരിച്ചടിക്കുവോ? എന്റെ ചേട്ടൻ ഞാൻ ഒരിക്കലും തിരിച്ചടിക്കില്ല. പക്ഷേ ഇവിടെയുള്ള ആരും എന്റെ ശരീരത്തിൽ തൊടില്ല. ചേട്ടൻ എത്ര വേണമെങ്കിലും അടിച്ചോളൂ. ഇതാ. പോരെ അവിടുന്ന്. മുതലാളി, എന്റെ ശരീരം വേദനിച്ചില്ല, പക്ഷേ മനസ്സ് വേദനിച്ചു. ഇതിനൊക്കെ നിങ്ങൾ എണ്ണി എണ്ണി മറുപടി പറയേണ്ടതായി വരും. സൂക്ഷിച്ചു. ഇപ്പൊ ഞാൻ പോകുന്നു. നിങ്ങൾ മറുപടി പറയണമെന്ന് പറഞ്ഞതേ നമ്മളെ രണ്ടുപേരെ ഉദ്ദേശിച്ചാണോ? അല്ല, സൂക്ഷിക്കണം, അതുകൊണ്ട് പറഞ്ഞതാ. ഇങ്ങനെയുണ്ടോ ഒരു ചെറുത്താൻ? ഇത്ര അടി വാങ്ങിച്ചിട്ടും അയാളൊന്ന് കരഞ്ഞില്ലല്ലോ. അതെ അതെ. വേലപ്പാ, ചേട്ടത്തിയമ്മ ഇതുവരെ ഉറങ്ങിയില്ലേ? ഇത്രയേറെ പേടിയുള്ള ആൾക്ക് നേരത്തെ ഇങ്ങ് വന്നൂടെ? അമ്മ ഉറങ്ങി. ചേട്ടനും ഇതുവരെ വന്നിട്ടില്ല. പിന്നെ എന്റെ മാത്രം എന്തിനാ കുറ്റം പറയുന്നത്? ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. ചോറിരുന്ന് തണുക്കുന്നു. ഇതാ വരുന്നു. ഞാൻ ഈ ഉടുപ്പൊന്ന് മാറിക്കോട്ടെ. അയ്യോ, എന്തു പറ്റി വേലപ്പാ? എന്തു പറ്റി ചേട്ടത്തിയമ്മേ? എന്താ ഇതെന്ന്? ഒന്നുമില്ല. എന്നിട്ട് പുറത്തൊക്കെ പാട് കാണുന്നത്? അത് മരത്തിന്റെ കൊമ്പ് കൊണ്ടതാ. ഇങ്ങനെയാണോ മരത്തിന്റെ കമ്പ് കൊള്ളുന്നത്? എവിടെ കാണട്ടെ? സാരമില്ല ചേട്ടത്തിയമ്മേ. ചേട്ടത്തിയമ്മ പോയി ചോര വിളമ്പിയാട്ടെ. വേലപ്പാ, ഈ വീട്ടിൽ രണ്ടമ്മമാരുണ്ടെന്ന് നീ പറഞ്ഞു. ഒന്ന് പ്രസവിച്ചമ്മ, മറ്റൊന്ന് ചേട്ടത്തിയമ്മ. ആ ചേട്ടത്തിയമ്മയാണ് ചോദിക്കുന്നത്. സത്യം പറയൂ, എന്തു പറ്റി? എന്നോട് സത്യം പറയില്ലേ? ഈശ്വര, ഇതാരോ അടിച്ചതാണല്ലോ. ആരെ ദ്രോഹം ചെയ്തു? ചേട്ടനോ? അല്ല, ചേട്ടൻ അറിയരുതെന്ന് ഞാൻ പറയുകയായിരുന്നു. ഇല്ല, ചേട്ടനോട് ഞാൻ പറയില്ല. ഇതെങ്ങനെ സംഭവിച്ചു? പറയൂ. മാളിയ വീടിന്റെ കാറ് അയാളുടെ അനുവാദം കൂടാതെ ഞാൻ ഉടത്തെടുത്തുകൊണ്ട് പോയി. അതിന് കിട്ടിയ ശിക്ഷയാണിത്. കാറ് കൊണ്ടുപോയതിന് ഇങ്ങനെ അടിക്കണോ? അയാൾക്ക് അടിക്കണമെന്ന് തോന്നി, അയാൾ അടിച്ചു. തൽക്കാലം ഞാനത് സഹിച്ചു. ഈ മഹാപാപം ചെയ്തയാൾ ഒരു മനുഷ്യനല്ല, മൃഗമാണ്. മൃഗം. അതെല്ലാം പോട്ടെ ചേട്ടത്തി. ചോറ് വിടും. ഞാൻ ഉപ്പിട്ട് കുറെ വെള്ളം ചൂടാക്കാം. ആകെ ഒന്ന് തടവിട്ട് ഊണ് കഴിക്കാം. വരൂ. ഡോക്ടർ അറിഞ്ഞില്ലേ? എനിക്ക് കുറിമാനം വന്നിരിക്കുന്നു. കുറിമാനം? അതെ, അങ്ങ് മോളിയെന്നല്ല, സർക്കാർ. ഇവിടെ ഗവൺമെന്റ് ആശുപത്രി സ്ഥാപിക്കാൻ വേണ്ടി എന്റെ സ്ഥലം അക്വയർ ചെയ്യാൻ പോകുന്നത്രേ. കളക്ടർ ലെറ്ററാ. അങ്ങനെ എഴുതണമെങ്കിലേ സ്ഥലം കളക്ടറുടെ വകയായിരിക്കും. അതല്ലെങ്കിൽ ഇവിടുന്ന് ഒപ്പ് ശേഖരിച്ചല്ലോ പഞ്ചായത്ത് പ്രസിഡന്റ്, അയാളുടെയോ അല്ലെങ്കിൽ തെമ്മാടി വേലപ്പന്റെയോ തന്തയുടെ വകയായിരിക്കണം. ഇതേ മാളിയ വീട് എന്റെ തന്തയുടെ വകയാ. ശിവനാണെന്ന് സ്റ്റേ വായിക്കാൻ വേണ്ടി ഞാൻ ഹൈക്കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്തിട്ട് വന്നിരിക്കുക. ഇവന്മാർ എന്ത് വിചാരിച്ച എന്നെ കുറിച്ച്? ഏതായാലും അത് വേണമായിരുന്നു. വേണം ഡോക്ടർ, വേണം. എന്റെ വക ഒരു ആശുപത്രി ഇവിടെ ഉള്ളപ്പോൾ
സർക്കാരിന്റെ ഒരു ആശുപത്രി എന്തിനാണെന്ന് ഞാൻ ചോദിക്കുന്നത്. വേണ്ടെന്ന് മുതലാളി പറഞ്ഞാൽ വേണ്ട, അത് തീരുമാനം. അഥവാ എന്റെ ഈ പെറ്റീഷൻ ഹൈക്കോടതി തള്ളിയാൽ ഞാൻ സുപ്രീം കോടതി പോകും. അവിടെ നിന്നും തള്ളിയാലോ? അവിടെ നിന്ന് തള്ളിയാൽ ഞാൻ പ്രസിഡന്റ് അടുത്ത് പോകും. അവിടെ നിന്നും തള്ളിയാലോ? അവിടെ നിന്നല്ലേ സംശയം തീർത്ത് വെച്ചിരിക്കാമെന്ന് കരുതിയാ. പെട്ടെന്ന് ആരെങ്കിലും കയറി ചോദിച്ച സമാധാനം പറയണ്ട. വേണ്ട വേണ്ട, നീ സമാധാനം ഒന്നും പറയണ്ടൊക്കെ ഞാൻ പറഞ്ഞോളാം. ആവശ്യമില്ലാത്ത കാര്യത്തിന് നമ്മളെന്തിനാ സംശയിക്കുന്നത്? എനിക്ക് യാതൊരു സംശയമില്ല. അങ്ങനെ ലവന്മാര് വരുന്നുണ്ടോ? ആരാടാ? ആ വേലപ്പന് പാർട്ടി. അതിനെന്താടാ വരട്ടടാ? എനിക്കവന്മാരോട് ചോദിക്കണം. ഇപ്പൊ തന്നെ ചോദിക്കണോ? എന്താ നിനക്ക് പേടിയാണോ? ഏയ് അങ്ങന്നുള്ളപ്പം ഞാനെന്തിനാ പേടിക്കുന്നത്? അന്ന് മിണ്ടാതില്ല അവിടെ. എടാ, ഇവിടെ ഒരു ആശുപത്രി സ്ഥാപിക്കാൻ നീയൊക്കെ അടങ്ങുകയല്ലേ? എന്താ സംശയമുണ്ടോ? ഓ, ഇനി അതിന് സ്ഥലം തരാതെ ഞങ്ങളെ തോൽപ്പിക്കാമെന്നായിരിക്കും. ഇനി ഒരു ആശുപത്രി സ്ഥാപിച്ച് എന്നെ അങ്ങ് തോപ്പിച്ചളയാമെന്നായിരിക്കും. അത് എന്റെ സ്ഥലത്താണ് പണിയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. ഇത് സർക്കാർ ഉത്തരവാണ്, നടക്കുകയോ ഇല്ലയോ എന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. ഇവിടെ കുലദ്രോഹി, നീ എന്റെ പേര് കളയുമല്ലോടാ. അല്ലെങ്കിൽ അച്ഛന് നല്ല പേരാണ്. ഇവിടെ ചില നിയമങ്ങളും കോടതികളും ഒക്കെ ഉണ്ടല്ലോ. പോകേണ്ടടുത്ത് വരെ ഞാൻ പോകും. നമുക്ക് കാണാം. കാണാനൊന്നുമില്ല, ഞങ്ങളിത് കുറെ കണ്ടതാ. അതുകൊണ്ടൊന്നും കാര്യമില്ല. ആശുപത്രി വേറെ വല്ല നാട്ടിലും കൊണ്ട് സ്ഥാപിക്കേണ്ടി വരും. ഇവിടെ നടപ്പില്ല. ആണുങ്ങൾ സംസാരിക്കുന്നിടത്ത് അച്ഛൻ എന്ത് കാര്യം? മുതലാളി, നീ ഉണ്ടായില്ല. നിനക്കിട്ടൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ വിരട്ടിയിട്ടൊന്നും കാര്യമില്ല. ഈ നാട്ടിലൊരു സർക്കാർ ഉണ്ടെങ്കിൽ ഇവിടെ ഞങ്ങൾ ആസ്പത്രി സ്ഥാപിക്കും. അതിനു മുമ്പ് ഞാൻ മരിക്കുവിടാ. ഞാനും. അയ്യോ, അതിനു മുമ്പ് മരിക്കണ്ട, ഞങ്ങളുടെ ആശുപത്രി കിടന്ന് മരിച്ചാ മതി. എന്ത് പറയാ? അയ്യോ വേണ്ട. എന്താ അടിക്കുന്നില്ലേ? ഇവൻ പുറകെന്ന് പിടിച്ചതിന്റെയൊക്കെ ഭാഗ്യം. അല്ല എന്റെ എല്ലി ഞാൻ ഒളിച്ചനെ. വിടടാ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പുറകെ നിന്ന് പിടിക്കാനാണല്ലോ യുവന്മാരൊക്കെ കൊണ്ട് നടക്കുന്നത്. അച്ഛാ, മുതലാളി മരിക്കുന്നവരെ പിടിവിടണ്ട, അല്ലെങ്കിൽ തടി കേടുവരും. നീ വാടാ, യുവന്മാരോടൊക്കെ സംസാരിക്കാൻ നമുക്ക് നാണമില്ലേ? രംഗം വഷളാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചായിരുന്നു മിണ്ടാതിരുന്നതാ. അല്ലെങ്കിൽ ഇവനെല്ലാം ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. മതിയടാ, നിന്റെയൊക്കെ സാമർത്ഥ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എടാ, നിന്റെ മോന്റെ കടയിൽ വെച്ചാണല്ലോ ഇവന്റെയൊക്കെ മീറ്റിംഗ് കൂടുന്നത്. നീ അവനെ ഏണ്ടൊക്കെ ചെയ്യാൻ പോകുന്നു പറഞ്ഞല്ലോ. എന്നിട്ട് എന്താ ചെയ്തു? അയ്യോ, അത് ഇന്നത്തേക്ക് വെച്ചിരിക്കുക. ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് മുതലാളി കണ്ടോ? നീ എന്തോ ചെയ്യടാ? മകനാണെന്ന് ഞാൻ വിചാരിക്കില്ല. ആ. വേണ്ടി വന്നാൽ ഞാൻ കത്തിയെടുക്കും. എന്തിനാ? ക്ഷേമനം ചെയ്യാനോ? അയ്യോ മുതലാളി, എന്നെ ക്ഷീണിപ്പിക്കരുത്. ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് മുതലാളി കണ്ടിട്ട് പറഞ്ഞു. അയ്യോ മുതലാളി, എടാ കുട്ടപ്പ, ഇങ്ങോട്ട്. അല്ലല്ല, എന്ത് പറ്റി? വാടകയ്ക്കായിരിക്കും. ഇങ്ങോട്ടൊന്ന് നോക്കിയേ, അച്ഛൻ വന്നിരിക്കുന്നു. നല്ല കടുപ്പത്തിലൊരു ചായ, വടയും ചായയും വാഴപ്പഴയും. വാടകയ്ക്ക് വന്നാൽ അങ്ങോട്ട് മാറി. അവിടെ നീ എന്റെ ഇരുത്തും അല്ലേടാ? എന്തുവാണ് നോക്കിയിരിക്കുന്നത്? എല്ലാം വലിച്ചു പഠിക്കണം. താങ്കളെല്ലാം എടുത്ത് പുറത്ത് മുതലാളി എഴുന്നേൽക്കുന്നത് കാണണം. അല്ല, ചിഞ്ചിലും പഞ്ചാര കിട്ടപ്പോ നിങ്ങൾ ഒറ്റ മകനല്ലേ? പഞ്ചാര കുട്ടപ്പൻ ഇവിടെ തഞ്ചത്തിനാ നാരായണൻ. ഇതുപോലെ ഓരോ പോലെ സർവാട് കുടിപ്പിക്കാൻ. എടാ, നീ മുതലാളി കുട്ടിവാടി അച്ഛന് ചൂട് കൂടാ. പാട നിന്റെ സന്ധ്യക്ക് കൊണ്ട് കൊടുക്കും. എന്റെ തന്തയ്ക്കല്ലേ കൊടുക്കാൻ പോകണം. എന്തുവാണ് നോക്കിയിരിക്കുന്നത്? വലിച്ചു പഠിക്കാൻ. താങ്കളെല്ലാം എടുത്ത് പുറത്ത് അകത്ത് കേറി ഓടാൻ ശ്രമിച്ചാൽ ഇന്നത്തെ ഞാൻ അരിഞ്ഞുകളെ. പതുങ്ങി പോകുന്നു. പിടിക്കാൻ പിടിക്കാൻ. ഇവിടുന്ന് പുറത്തേക്ക് എടുത്തിറങ്ങിയ സാമാനങ്ങൾ അതാത് സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കണം. അത് ഞാൻ എടാ എല്ലാം എടുത്ത് അതാത് സ്ഥലത്ത് കൊണ്ടുവന്ന് വെയ്യടാ. അച്ഛനോടാണ് പറഞ്ഞത്. തന്നോടാ പറഞ്ഞത്. വേഗം എടുത്താൽ